അപ്പം എൻ്റെ അമ്മിണിപ്പിള്ള വെട്ടുകേസ് എന്ന് പറഞ്ഞൊരു കഥ, ആ കഥ എനിക്ക് തരുമോ എന്ന് ചോദിച്ച ഒരാളാണ് സച്ചി. പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ ഇതിൻ്റെ തന്നെ എൻ്റെ സഹ തിരക്കഥാകൃത്തായ രാജേഷ് പിന്നാടന് ഞാൻ കൊടുക്കാമെന്ന് ഏറ്റിരുന്നു. ഇത് എഴുതി ഞാൻ അതിൻ്റെ ആദ്യ ഡ്രാഫ്റ്റ് ഞാൻ രാജേഷിനും CV സാരഥിക്കും കൂടെ ഞാൻ കൊടുത്തപ്പോൾ അവരാണ് അത് പിന്നെ ഞാൻ പോലും അറിയാതെ സച്ചിയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ സച്ചി വിളിച്ചിട്ട് പറഞ്ഞു, ഇതെനിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും തരണം, നിങ്ങളൊരു ഉറപ്പ് തന്നാൽ ഞാനിത് പെട്ടെന്നൊരു പ്രോജക്റ്റ് ശ്രമിക്കാം എന്ന് പറഞ്ഞു. ശ്രമിക്കാമെന്ന് പറയുന്ന ആൾ ആ സമയത്ത് അയ്യപ്പനും കോശിയും ചെയ്ത് ഏറ്റവും മലയാള സിനിമയിലെ ഏറ്റവും കേപ്പബിളായ പ്രധാന സംവിധായകനായി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറഞ്ഞു, പിന്നെ ഞാനത് ആർക്കും കമ്മിറ്റ് ചെയ്തിട്ടില്ല സച്ചി, ഞാൻ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ രാജുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെന്താ, ഞാൻ ഡെഫിനറ്റായിട്ട് ഇത് ചെയ്യാം എന്ന് പറഞ്ഞതിന് ശേഷം ലോക്കെ എന്നെ തിരിച്ച് വിളിക്കുകയാണ്. ഇത് പ്രോജക്റ്റായി, ഇന്ന വേഷം ഇന്നാളായിരിക്കും ചെയ്യുന്നത്. ഒരു പ്രോജക്റ്റ് ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് സച്ചി. അതിനുശേഷം ഇതിനെക്കുറിച്ച് കുറേ കൂടെ ഒന്ന് സംസാരിക്കണം, ഇതിൻ്റെ റൈറ്റ്സിലേക്കൊക്കെ നമുക്ക് പോകണം എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അല്ല സച്ചി പറഞ്ഞാൽ മതി, ഞാൻ എറണാകുളത്തേക്ക് വന്നോളാം. ആ സമയം ഞാൻ ജോലിയും കൂലിയൊന്നും ഇല്ലായിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ സച്ചി പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾ വന്ന് എന്നെ കാണണ്ട, ഞാൻ നിങ്ങളെ കാണാനായിട്ട് ഞാൻ അങ്ങോട്ട് വരും, നിങ്ങളൊരു റൈറ്ററാണ്, ഞാൻ എൻ്റെ റൈറ്ററെ കാണാനായിട്ട് ഞാൻ അങ്ങോട്ട് വരിക ചെയ്യുന്നത്. എനിക്കിഷ്ടപ്പെട്ട ഒരു മെറ്റീരിയലാണ്, അത് തന്നൊരാളിനെ അങ്ങോട്ട് വന്ന് കാണുക എന്നുള്ളതാണ്. നമ്മൾ റൈറ്റർമാർക്ക് വേണ്ട നീതിയും വിലയും നമ്മളാണ് ഉണ്ടാക്കി എടുക്കേണ്ടത്. അത് ചില സമയങ്ങളിലെങ്കിലും ചില ഘട്ടങ്ങളിൽ അത് കിട്ടാത്തൊരു മനുഷ്യൻ്റെ ഇപ്പോൾ എനിക്കത് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തൻ്റെ ഇടവും കൂടെ ഞാൻ ആ വാചകത്തിലേക്ക് കണ്ടത്. അതെനിക്ക് വലിയ ഇതായിട്ട് തോന്നിയൊരു സാധനമാണ്. ഒരു റൈറ്റർ വേറൊരു റൈറ്ററുടെ ഡിഗ്നിറ്റിയെ തിരിച്ചറിയുന്നു. പക്ഷെ സച്ചിക്ക് തിരുവനന്തപുരത്തേക്ക് വരാനായിട്ട് കഴിഞ്ഞില്ല. സച്ചി ഇതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് മറയൂരിലേക്ക് തൻ്റെ അസിസ്റ്റൻസിനെയൊക്കെ അയക്കുകയും പിൻകാലത്ത് ആ നോട്ട്ബുക്കിൽ ഒരു വരിയൊക്കെ ഉള്ളൂ, ഒരു നോട്ട്ബുക്കുകളിൽ പല ആ നോട്ട്ബുക്ക് പിന്നീട് ചേനൻ്റെ കയ്യിൽ തരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു വലിയ വൈകാരികതയുണ്ട്.